നന്ദു അത് കണ്ടില്ലല്ലോ. ഇതൊക്കെ നോക്കണ്ടേ? എവിടെ നോട്ടെ പോയോ? പോയി കിടി കിടി ഏതാ ഫീല് കറക്റ്റ് ഒന്നും ഒരു കുറ്റം പറയാനില്ല. എത്രയാ നല്ല റിവ്യൂ എല്ലാരും പറഞ്ഞ് പടപ്പെടുത്തുന്നത്. അതൊന്ന് പോണം. പിന്നെ ഏറമ്മ കണ്ടു അല്ലേ? അതും കൂടെ കാണാൻ ഇഷ്ടമായി. എന്താണത്? എന്തോ കഴിഞ്ഞ ഹലോ ഹലോ മായ, നീ എവിടെയാ? ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് പറഞ്ഞാൽ അതിനെന്തോ വൈകുന്നേരം കാണാം. കൊച്ചുപള്ളി ഇറങ്ങ എത്ര ദൂരം ഉണ്ടാവും? ഓക്കെ ഓക്കെ. ബസ് ആ നേരത്തെ വെച്ചിട്ടുണ്ടോ? ഹലോ ഗൈസ്, നമുക്ക് പിരിഞ്ഞാലോ? എന്താ എനിക്കൊരു ട്രീറ്റ് ഉണ്ട്. ആരുടെ ട്രീറ്റ്? അതെന്റെ മായക്കുട്ടിയുടെ. അവളുടെ ക്ഷണത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതിന് കുറച്ച് മെച്ചൂരിറ്റി വേണം. നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. എന്നാ പോ. അപ്പൊ ശരി. പോട്ടെ പോട്ടെ. അല്ലടാ, ഇവന്റെ ഈ ചുറ്റിക്കളിന്ന് എന്റെ ഭാര്യ അറിയില്ലേ? എവിടെ ഓളൊക്കെ ഏറെ കയറ്റി വെച്ചാണ്. മോനേതാ മോൻ? സമ്മതിക്കണം. നല്ലേ. ഇന്നലത്തെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായില്ല. ഇന്ന് വൈകുന്നേരം വരണ്ടോ? പിന്നെ എക്സാം ഡ്യൂട്ടി ഇപ്പോ ഇന്നും കൂടി ഉള്ളൂ. ഇന്നത്തോടു കൂടി തീരും. ഇനിയിപ്പോ കൊറേ പേപ്പർ ഉണ്ട് നോക്കാൻ കിടക്കും. ലോഡ് ഉണ്ടാവൂലേ? അപ്പൊ ശരി, വൈകുന്നേരം കാണാം. ഹലോ, ലിസ്റ്റ് ചെയ്തോ? ഓക്കെ, ഗെറ്റ് ഇൻ. ഓക്കെ, താങ്ക് യു. ഞാൻ വേദ, ഭവന ബിൽഡേഴ്സിൽ വർക്ക് ചെയ്യുന്നു. അല്ല, തന്റെ പേരെന്താ? എന്റെ പേര് നന്ദു. നന്ദുവിന് വാലും തുമ്പൊന്നുമില്ലേ? എന്തിനാ വാലും തുമ്പൊക്കെ? നന്ദോന്ന് വിളിച്ചാൽ മതി. ഓ, ഗൗരവക്കാരനാണല്ലേ. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ IT ഫീൽഡിലാണ്. അതെ, എനിക്ക് അടുത്ത ജോബിൽ ഇറങ്ങണം കേട്ടോ. ഓക്കെ. അറിയോ സുന്ദർ ആര്? താൻ മാരീഡാണോ? ഞാനല്ലേ ആദ്യം ചോദിച്ചേ, താൻ ഉത്തരം പറ. എല്ലാ ചോദ്യം താൻ തന്നെയല്ലേ ആദ്യം ചോദിച്ചേ? ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. ഇതിന് താൻ ആദ്യം ഉത്തരം പറ. അയ്യോ, എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇവിടെയാണോ? ഓക്കെ. അല്ല, താൻ ഉത്തരം പറഞ്ഞില്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കാം. അതിനെ ഇനിയും കാണണ്ട കേട്ടോ. കാണാലോ. താൻ്റെ നമ്പർ ഒന്ന് പറ. ഓക്കെ, നോട്ട് ചെയ്തു. 9847 947 09 09 60 60 60. 60. ഓക്കെടാ, താങ്ക് യു. ബൈ. ശരി.
ഹലോ. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നെ മനസ്സിലായോ? പിന്നെന്താ? എന്നിട്ട് തന്നെ വിഷയാതിരുന്നേ, ഒരു പരിചയമില്ലാത്ത പോലെ. അത് പിന്നെ അല്ല, നന്ദു ഇന്ന് ഫ്രീ ആണോ? ഞാൻ ജ്യോതിനെ 10 മണിക്ക് ഫ്രണ്ടിന്റെ വീട്ടിലായി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. ജ്യോതി ആരാ? സിസ്റ്റർ ആണോ? അല്ല, വൈഫാണ്. അപ്പൊ നീ മാരീഡ് ആണല്ലേ? മനസ്സിലായി. പിന്നെ അത് സാരമില്ല, ഞാൻ സിംഗിൾ ആട്ടോ. പിന്നെ താനിന്ന് ഫ്രീ ആണോ? നമുക്കിന്ന് 10 മണി കഴിഞ്ഞാൽ കണ്ടാലോ? എന്താ കാര്യം? ഒന്നുമില്ലടോ, എനിക്ക് വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോ ഒന്ന് സംസാരിച്ചിരിക്കാൻ. ഓക്കേ. താങ്ക് യു. ഓക്കേ. അല്ല, ഭാര്യയോട് എന്താ പറഞ്ഞിട്ടാ മുങ്ങിയത്? ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. ഓ, ഭർത്താക്കന്മാര് ശരി അടവ്. നമ്മള് ഫ്രണ്ട്സ് തന്നെയല്ലേ? അതെ അതെ. ഞാൻ കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. ചോദിച്ചോ. നന്ദുവിന് കല്യാണത്തിന് എന്തെങ്കിലും അഫയർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നെ പക്ഷെ തേച്ചിട്ട് പോയി. നിനക്കോ? ഏയ്, ഇതുവരെ ഇല്ല. സത്യം? സത്യം. നടന്നാ മതിയോ? നമുക്ക് നോക്കണ്ടേ? പറ്റിയ ആളെ കിട്ടട്ടെ, അപ്പൊ നോക്കാം. ഞാൻ സെറ്റാക്കി തരാം, ചെലവ് വരും. നീ കൊണ്ടുപോവാ, നോക്കാം. ജ്യോതി, ഞാനിപ്പോ ഇറങ്ങാം. ഓക്കെ, ശരി. ഞാനേ ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. അയ്യോ വേണ്ട, വേഗം നോക്കിക്കോളാം. ഓക്കെ, നന്ദി. ഞാൻ പോട്ടെ. കാണാം. ഹായ്ഡാ, സോറി കുറച്ച് ലേറ്റ് ആയി പോയി. എന്താ കാണണം? നെക്സ്റ്റ് 10th നീ ഫ്രീ ആണോ? 10th അന്ന് വൈകുന്നേരമാണ് ജ്യോതി എത്തുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്തെവിടെയെങ്കിലും പോവാലോ. കുറച്ച് BP കൂടുതലല്ലേ? BP അല്ല, നിങ്ങള് പടക്കോടൊപ്പം പിടിച്ചു നിൽക്കണ്ടേ? അത് കുഴപ്പമില്ല, നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ 10th കാണാം. ശരി, എന്നാ ഓക്കെ, ബൈ. ആയിക്കോട്ടെ, ശരി. നീയും കൂടി പോ. ഞാൻ അടുത്ത പ്രാവശ്യം. പിന്നെ ഞാനില്ലാന്ന് കരുതി കമ്പനി കൂടി വഷളായുണ്ടല്ലോ. ഓ, അപ്പൊ എന്നെ അത്രയ്ക്ക് വിശ്വാസമല്ല അതേ മോളിസെ? എന്താടി നന്ദു, അങ്ങനെ എന്തെങ്കിലും മണം ഫീൽ? എന്ത് മണം? എന്തോ ഒരു പ്രണയത്തിന്റെ ഗന്ധം. കുറുമ്പിച്ചിരി കൂടുന്നുണ്ട്. മനസ്സിലായി. രാവണയുന്ന നേരമന്നാദ്യമായി പത്മതീർത്ഥക്കുളത്തിൽ അന്നേകയായി കാത്തിരുന്നേറെ വലഞ്ഞെന്റെ കണ്ണുകൾ നിദ്രയിൽ വീണറിയാതലിഞ്ഞുപോയി. രാവണയുന്ന നേരമന്നാദ്യമായി പത്മതീർത്ഥക്കുളത്തിൽ കാത്തിരുന്നേറെ വലഞ്ഞെന്റെ കണ്ണുകൾ നിദ്രയിൽ വീണറിയാതലിഞ്ഞുപോയി. ഹലോ, ഹലോ, നീ എവിടെയാണ്? എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണണം. സോറി, ഞാൻ വർക്കിലാണ്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീ വേഗം വരണം, ആകെ പ്രശ്നങ്ങളാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ പറ്റില്ല, ഇപ്പൊ ഞാൻ വർക്കിലാണ്. ഇത് തീരാതെ എനിക്ക് വരാൻ പറ്റില്ല.
ഞാൻ നന്ദു തമാശ വിട്, ഇത് നിന്നെ കൂടെ ബാധിക്കുന്ന പ്രശ്നാ. എന്താ എന്നെ ബാധിക്കുന്ന പ്രശ്നം? ആ അതെ, നീ വന്നില്ലെങ്കിൽ ആകെ കുളമാവും. പറഞ്ഞില്ലെന്ന് വേണ്ട, വേഗം വാ. എന്ത് പറ്റി? എടാ നന്ദു, സോറി. എന്തിന്? എടാ കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രിപ്പ് പോയില്ലേ, അതെന്റെ ഹസ് അറിഞ്ഞു. നീ സിംഗിൾ അല്ലേ? അല്ല നീ എന്നെ ചീറ്റ് ചെയ്യാൻ? അല്ല അല്ല എടാ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. തൽക്കാലത്തേക്ക് നിനക്കെന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ അയാളെ ഉപേക്ഷിച്ച് വന്നതാ, ഞാൻ നിന്റെ കൂടെ വരും. നീ എന്താ വേദമായി പറയുന്നത്? നമ്മൾ തമ്മിൽ അതിന് മാത്രമുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു, ഒരുമിച്ച് റൂം ഷെയർ ചെയ്തു. അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ വാക്കുകളിൽ പറയാ, നമ്മൾ റൂം എടുത്ത ഹോട്ടലിലെ മാനേജർ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാ. ചേച്ചി ഉണ്ടത്രയല്ലേ? ജോലി ചെയ്യണ്ടോ? ആ നന്ദു ചേച്ചി, ഇന്ന് ഡ്യൂട്ടി ഒന്നുമില്ലേ? എന്താ ഇവിടെ? ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ. ഇതാരാ? ഇത് എനിക്കറിയില്ല. നന്ദു നന്ദു സത്യം പറ, ഇവളേതാ? പറ നന്ദു. നീ ഏതാ? ഞങ്ങളെ ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ച ആളുകളാ. നന്ദു വന്നേ. ജ്യോതി പ്ലീസ്. നന്ദു ഒന്നും പറയണ്ട, വണ്ടി എടുക്ക്.